തെറ്റിദ്ധാരണ അവർക്ക് വേണ്ട. 2 ദിവസമായി സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവുമില്ല, പെൻഷനുമില്ല. പഴി കേന്ദ്രത്തിന്. പക്ഷേ ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വഴി ശമ്പളം എത്തുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവർക്ക് കയ്യിൽ കിട്ടി മാസശമ്പളം. 13,000 കോടി രൂപ കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് പരാതിപ്പെടുന്ന സംസ്ഥാനം. അപ്പോൾ കേന്ദ്രം നടത്തുന്നത് ചരിത്രത്തിലില്ലാത്ത വിവേചനമാണോ? സാങ്കേതിക തടസ്സമെന്ന് ഇപ്പോഴും വിശദീകരിക്കുന്ന സംസ്ഥാന സർക്കാരിന് ചെലവ് നിയന്ത്രണത്തിലില്ലേ പങ്ക്? ഏതായാലും ശമ്പളം വൈകുന്നതിനെതിരെ നാളെ മുതൽ സർക്കാർ ജീവനക്കാർ നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നു. വിശ്രമ ജീവിതം നയിക്കേണ്ട പെൻഷൻകാരെയും വലിച്ചിഴക്കണോ സമരത്തിലേക്ക്? ചരിത്രത്തിൽ ആദ്യമായി ഈ അസാധാരണ പ്രതിസന്ധിക്ക് ആരാണ് ഉത്തരവാദി? പരിശോധിക്കുന്നു അന്തിചർച്ച. സ്വാഗതം. സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ്, കേരള NGO അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ചവറ ജയകുമാർ, സാമ്പത്തിക വിദഗ്ധൻ മോഹൻകുമാർ, ഇടത് നിരീക്ഷകൻ ആയുർ ബിജു, ഒപ്പം BJP നേതാവ് പ്രിന്റു മഹാദേവ് എന്നിവർ ചേരുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പാനലിലേക്ക്. ആദ്യം NGO അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ചവറ ജയകുമാർ നമുക്കൊപ്പം ചേരുന്നു. വലിയ ഒരു സമരത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് NGO അസോസിയേഷൻ അടക്കം സർക്കാർ ജീവനക്കാരടക്കം. ഈ പ്രതിസന്ധി നാളെയോ മറ്റന്നാളോ ആയിട്ട് പരിഹരിക്കപ്പെടും എന്നുള്ളൊരു വിശ്വാസം ധനമന്ത്രിക്കുണ്ട്. അദ്ദേഹം അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആ വിശ്വാസം പരിപൂർണമായിട്ട് തള്ളിക്കളയുകയാണോ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഇല്ല. കാരണം കഴിഞ്ഞ 8 വർഷമായിട്ട് വളരെ ആസൂത്രിതമായി സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളവും ആ വേതന വ്യവസ്ഥകളെല്ലാം അട്ടിമറിച്ചാണ് സർക്കാർ മുമ്പോട്ട് പോകുന്നത്. ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് എൻറ്റിറ്റിയാണ്. കഴിഞ്ഞ ഗവൺമെൻറ്റും ഈ ഗവൺമെൻറ്റും ഒരേ പാർട്ടിയും ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പാർട്ടി അതിൻ്റെ ഭാഗമായുള്ള സംവിധാനമാണ്. അപ്പോൾ അവരുടെ നയങ്ങളും പരിപാടികളും അത്തരത്തിൽ തന്നെയാണ്. അത് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ഏതാണ്ട് 10-60 വർഷം പഴക്കമുള്ള സംസ്ഥാനത്തെ സിവിൽ സർവീസിൽ ഏറ്റവും വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാലഘട്ടമാണ് കടന്നുപോയത്. ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കടുത്ത വിവേചനമാണെന്നും ഇത്രയും അധികം രൂപ 13,000 കോടി രൂപ അല്ലെങ്കിൽ അതിന്റെ പകുതി പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള വിശദീകരണങ്ങൾ, പ്രസ്താവനകൾ ധനമന്ത്രി അടക്കം ഭാഗത്തുനിന്ന് വരുന്നുണ്ടല്ലോ. അതും നിങ്ങൾ തള്ളിക്കളയുക. ഏറ്റവും കൂടുതൽ നികുതി പിരിച്ച വർഷമാണ് കടന്നുപോയതെന്നും കേന്ദ്രത്തിൽ നിന്ന് വിഹിതം 3 വർഷമായി കേന്ദ്രത്തിൻ്റെ കണക്കുകളനുസരിച്ച് ഏറ്റവും നല്ല രീതിയിൽ വിഹിതം നൽകിയിട്ടുണ്ട് എന്നുമാണ് പുറത്തു വരുന്ന രേഖകൾ. ബഡ്ജറ്റിന് മുമ്പുള്ള പഠനം, മേശപ്പുറത്ത് വെച്ച റിപ്പോർട്ടും അതിനുശേഷമാണ് താളം തെറ്റി ഓരോ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അത് ബഡ്ജറ്റിന് പുറത്ത് കടമെടുക്കാനും പുറത്ത് ചെലവ് നടത്താനും ഒക്കെ ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ ഭാഗമാണ്. ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ കാലത്ത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ക്ഷാമബത്ത കൊടുത്തു. ഈ ഇപ്പോഴുള്ള വകുപ്പ് മന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം ആകെ ബുദ്ധിമുട്ടിലാണ്. ഒരു ഗഡു പോലും ക്ഷാമബത്ത അനുവദിച്ചിട്ടില്ല. 7 ഗഡു ക്ഷാമബത്തയാണ് സംസ്ഥാനത്ത് കുടിശ്ശികയായിട്ടുള്ളത്. 4 വർഷമായി സറണ്ടർ കൊടുക്കുന്നില്ല. കഴിഞ്ഞ തവണ ശമ്പളം പരിഷ്കരിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആനുകൂല്യങ്ങളൊന്നും കൊടുത്തില്ല. എന്നിട്ട് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പോൾ ശമ്പളം പിടിച്ചെടുക്കും. കോവിഡിൻ്റെ സമയത്തും പ്രളയകാലത്തും ഒക്കെ ശമ്പളം പിടിച്ചെടുത്തവരാണ്. ഇപ്പോൾ ഈ ശമ്പളം 30% പിടിച്ചു വെക്കും. ഇങ്ങനെ റിട്ടയർ ചെയ്ത ആളുകളുമൊക്കെ അവിടെ സെക്രട്ടേറിയറ്റിൽ തമ്പടിച്ച് കിടക്കുന്ന ആളുകളുടെ എല്ലാ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ഏറ്റവും അവസാനം ഇപ്പോൾ അത് യാഥാർത്ഥ്യമാക്കി എടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സർക്കാർ. സർക്കാരിൻ്റെ മുമ്പിൽ ഒരു കാര്യം ഞങ്ങൾ പറയാം. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും കൊടുക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് ഒരു സമ്പന്ന വർഗമൊന്നുമല്ല. അവരുടെ ശമ്പളം പിടിച്ചു വെച്ചിട്ട് അധികകാലം മുമ്പോട്ട് പോകാൻ ഞാൻ വലിയ സാമ്പത്തിക ശാസ്ത്രമൊന്നും പഠിച്ച് അഭിപ്രായം പറയുകയല്ല. പക്ഷേ ഇതിനെ ചുറ്റിപ്പറ്റി ഉള്ള ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത് എന്നുള്ളതൊരു വസ്തുതയാണ്. ഏതാണ്ട് 5.5 ലക്ഷം വരുന്ന അധ്യാപകരും ജീവനക്കാരും ഏതാണ്ട് 6 ലക്ഷത്തോളം വരുന്ന പെൻഷൻകാരും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാം ചേർന്ന് 1/2 കോടിയിലധികം വരുന്ന ആളുകളുണ്ട്. അതിനെ ചുറ്റിപ്പറ്റിയാണ് സെക്രട്ടേറിയറ്റ് ആയാലും കളക്ട്രേറ്റുകളായാലും സർക്കാർ സ്ഥാപനങ്ങളുമായി ചുറ്റിപ്പറ്റി ഒരു സംവിധാനമാണ്. അവിടെ ഒരു ടൗൺഷിപ്പ് ഡെവലപ്പ് ചെയ്തു പോവുകയാണ്. അവിടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ തൊട്ട് നിത്യധാര
ചെലവുകൾ മറ്റു കാര്യങ്ങളൊക്കെ പോകുന്ന ആളുകളുണ്ട്. ഞങ്ങളെ ചുറ്റിപ്പറ്റിയും പത്രക്കാരും പാൽക്കാരും മറ്റുള്ള സമൂഹത്തെ ഇല്ല എന്നല്ല, പക്ഷെ അതൊരു പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ്. താഴേക്ക് പണം ട്രിക്കിൾ ഡൗൺ ചെയ്തു വരുന്നതിൻ്റെ ഒരു സംവിധാനമാണ് അത്. ഒരു മണി സർക്കുലേഷൻ താഴെയുള്ള കിട്ടുന്ന ചെറിയ ശമ്പളക്കാരാണ്. ഞങ്ങളെ ഏത് കാറ്റഗറിയിൽ പെടുത്തണമെന്ന് പൊതുസമൂഹമാണ് തീരുമാനിക്കേണ്ടത്. ഇത് മിഡിൽ ക്ലാസ് ആണോ? മിഡിൽ ക്ലാസ്സിൽ തന്നെ ഇപ്പോൾ ലോവർ ക്ലാസ് ആയി. ക്ലാസ് 4 ജീവനക്കാർ ഏതാണ്ട് 1 ലക്ഷം പേരുണ്ട്. 700 രൂപയാണ് അവർക്ക് ഒരു ദിവസത്തെ ശമ്പളം. അതാണ് കൊടുക്കില്ല എന്ന് പറയുന്നത്. 30 ദിവസം ജോലി ചെയ്തിട്ട് കുറച്ചു പേർക്ക് ശമ്പളം നൽകിയിട്ടുണ്ടല്ലോ. കുറച്ചു പേർക്ക് ശമ്പളം നൽകിയത് ആ ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല. അത് ആദ്യത്തെ ദിവസം ആഭ്യന്തര വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനത്തിലാണ് കൊടുക്കുന്നത്. അതിന്റെ ഡേറ്റ് വൈസ് ഉള്ള അതിന്റെ പ്രയോറിറ്റി നിശ്ചയിച്ച് കൊടുക്കുന്നതാണ്. രണ്ടാമത്തെ ദിവസം അധ്യാപകർക്ക്. അങ്ങനെ വന്നതിൽ ആദ്യത്തെ ദിവസം കുറച്ച് വന്ന് കാണും. ഇത് ETS എംപ്ലോയീസിന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്ന സംവിധാനം മരവിപ്പിച്ചു. അത് നിർത്തിവെച്ചു. കറണ്ട് ലൈറ്റ് ഓഫ് ചെയ്തു. എന്നിട്ട് വരും എന്ന് പറയുകയാണ്. നിർത്തിവെച്ചിരിക്കുകയാണ്. അത് സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ടാണ്. സാമ്പത്തികം ഇല്ലാതാക്കിയത് സാമ്പത്തിക മിസ്മാനേജ്മെന്റ് ആണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ സർക്കാർ സംവിധാനം നടത്തിക്കൊണ്ടു പോവുകയാണ്. അത് പൊതുസമൂഹത്തോട് ഗവൺമെന്റ് ആൻസർ ചെയ്യേണ്ടതാണ്. ഞങ്ങൾ ഒരു ടൂൾ മാത്രമാണ്. ഞങ്ങളുടെ ശമ്പളം പിടിച്ചെടുത്താൽ എങ്ങനെ മുമ്പോട്ട്? പെൻഷൻകാർ അവർ ഇത് കണക്കാക്കി ഒരു ജീവിതം ചിട്ടപ്പെടുത്തിയവരാണ്. മറ്റൊരു കാര്യവും ചെയ്യാൻ അവരെ കൊണ്ട് കഴിയില്ല. ഗുരുതരമായ പ്രശ്നമാണ്. മന്ത്രിക്ക് 5 വർഷം കഴിയുമ്പോൾ അവർക്ക് പോകാൻ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ജീവിതമാണ്. ഞങ്ങൾ ഇങ്ങനെ ചിട്ടപ്പെടുത്തി ഞങ്ങൾക്ക് വേറെ ജോലിക്ക് പോകാൻ കഴിയില്ല. ഞങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ തീവ്രവാദികളെ പോലെ ഞങ്ങളെ കാണുകയാണ്. അത് മര്യാദ അല്ല. അതിനൊരു പരിഹാരം ഞാൻ തിരികെ എത്താം. ശ്രീ ചവറ ജയകുമാർ, എവിടെയാണ് ഈ വിഷയം, ഈ പ്രശ്നം, പ്രതിസന്ധിയുടെ കാരണം എന്താണ് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. സാമ്പത്തിക വിദഗ്ധ ശ്രീമതി മേരി ജോർജ് ചേർന്നു. ശ്രീമതി മേരി ജോർജ്, 13,000 കോടി രൂപയോളം പിടിച്ചു വെച്ചിട്ടുണ്ട്, അങ്ങനെയാണ് ധനമന്ത്രി പറയുന്നത്. ശമ്പളവും പെൻഷനും മുടക്കാൻ ഗൂഢാലോചന നടക്കുന്നു. ധനമന്ത്രി ആവർത്തിക്കുന്ന കാര്യമാണ്. കേന്ദ്രം ഇതുവരെ കാണിക്കാത്ത രീതിയിലുള്ള ഒരു വിവേചനം കാണിക്കുന്നു. ഏത് രീതിയിലാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് സംസ്ഥാനം കരകയറുക എന്ന പ്രതിസന്ധിയിൽ സംസ്ഥാനം നിൽക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇതുവരെ സംഭവിക്കാത്ത രീതിയിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുക, പെൻഷൻ മുടങ്ങുക, 3-ാം തീയതി കഴിയാറായി. ഇത് പ്രതിസന്ധിയുടെ കാരണം എവിടെ നിന്നാണ്? അപർണ, സത്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് സ്വന്തം കുറ്റം മറച്ചു വെച്ചുകൊണ്ട് കേന്ദ്രത്തെ പഴിചാരുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് ധനധൂർത്ത്, അതായത് ധാരാളിത്തം, അതുപോലെ തന്നെ കെടുകാര്യസ്ഥത. മുഖ്യമന്ത്രി പിണറായി ഗവൺമെന്റ് ഫോം ചെയ്ത് വന്ന ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞത് കാര്യക്ഷമതയ്ക്ക് ഞാൻ മാർക്കിടും, കാര്യക്ഷമമായ ഭരണം നിർവഹിക്കുമെന്നാണ്. പക്ഷെ ആ കാര്യക്ഷമത എന്ന് പറയുന്നത് കണി കാണാൻ പോലും നമുക്ക് കാണാനില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ധനപ്രതിസന്ധി കഴിഞ്ഞ ഭരണത്തിൽ മുതൽ, അതായത് 2018-19 മുതൽ ഇവിടെ ധനപ്രതിസന്ധി രൂക്ഷമായി കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ രൂക്ഷമായി കൊണ്ടുവന്ന ധനപ്രതിസന്ധിയാണ് കോവിഡും കൂടി കഴിഞ്ഞ് 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് അതിരൂക്ഷമായത്. അതിരൂക്ഷമായി എന്ന് പറയുമ്പോൾ അതിന്റെ തെളിവ് നമ്മുടെ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് നമുക്ക് കടമെടുക്കാവുന്നതിന് ഗവൺമെന്റ് പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഓരോ വർഷവും അതത് വർഷത്തെ അതായത് നമ്മുടെ GSDPയുടെ നമ്മുടെ സംസ്ഥാന ആഭ്യന്തര മൊത്ത വരുമാനത്തിന്റെ 3% കടമെടുക്കാവുന്നത്. അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് ഡെറ്റ് അഥവാ സഞ്ചിത കടം എന്ന് പറയുന്നത് സംസ്ഥാനം ഫോം ചെയ്ത കാലം മുതൽ ഇന്ന് വരെ കൂട്ടിച്ചേർക്കപ്പെട്ട കടമാണ്. ആ കടം 29% GSDPയുടെ, അതായത് ആഭ്യന്തര മൊത്ത വരുമാനത്തിന്റെ 29%-ൽ താഴെ നിർത്തണം എന്നാണ് FRBM ആക്ട് അനുശാസിക്കുന്നത്. കേരളം 2018-19 മുതൽ ഇങ്ങോട്ടുള്ള വർഷങ്ങൾ നോക്കുക. എന്റെ കയ്യിൽ ബജറ്റ് ഇൻ ബ്രീഫ് ഇരിപ്പുണ്ട്. അതിനകത്ത് കൃത്യമായിട്ടുണ്ട്. എല്ലാ വർഷവും ഇത് 29%-ന് താഴെ നിർത്തണം എന്ന് പറഞ്ഞിരിക്കുന്നത് 38, 39, അതായത് 35%-ന് മുകളിലുള്ള 3 സംസ്ഥാനങ്ങൾ, വെസ്റ്റ് ബംഗാൾ, പഞ്ചാബ്, കേരളം, ഈ 3 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇത് 35%-ന് മുകളിൽ പോയിരിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാണിച്ചു.
ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാണിച്ചു, CAG അതിനെല്ലാം മുൻപ് അതായത് ചൂണ്ടിക്കാണിച്ചു. ഞാൻ ചോദിക്കുന്നത് ഈ സാമ്പത്തിക മിസ്മാനേജ്മെന്റ് മാത്രമാണ് കാരണമെന്നാണോ? അല്ലാതെ സംസ്ഥാന സർക്കാർ പറയുന്ന പോലെ കേന്ദ്ര സർക്കാർ വലിയ വിവേചനം ഇതിനകത്ത് കാണിക്കുക, ആ വിഹിതം വെട്ടിക്കുറയ്ക്കുക, ഇനിയും തരാനുള്ള തുകയുടെ വലിയ കണക്കുകൾ, അതൊന്നും ഇതിനകത്ത് ബാധകമാകുന്നില്ല എന്ന് കൂടിയാണോ? തീർച്ചയായിട്ടും അതൊക്കെ ബാധകമാണ്. അതിനൊക്കെ കാരണങ്ങളുമുണ്ട്. ഒന്നാമത് കോ ബ്രാൻഡിങ്. ഞങ്ങളുടെ എന്താണ് സെൽഫി പോയിന്റും ഒക്കെ വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പണം തരൂ എന്ന് ഗവൺമെന്റ് പറയുന്നത് ഒരു കാരണവശാലും ഒരു ഫെഡറൽ സമ്പ്രദായത്തില് പാടുള്ളതല്ല. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് അവര് പിരിക്കുന്ന നികുതിക്ക് മേൽ സെസ് സർചാർജ്, അതായത് സെസ് തന്നെ 133% വർധനവാണ് 2014-15 ശേഷം വന്നിരിക്കുന്നത്. അങ്ങനെ ആ സെസിന്റെ മുകളിൽ സർചാർജും ഉണ്ട് കേന്ദ്രം ചുമത്തുന്നത്. ഇത് രണ്ടും വലിയ വലിയ തരത്തില് എല്ലാ സംസ്ഥാനങ്ങളെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ കേരളം പറയുന്നത് എന്താണ്? ഞങ്ങളെ മാത്രം പ്രതിസന്ധിയിലാക്കുന്നു എന്ന്. എല്ലാ സംസ്ഥാനങ്ങളെയും പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ധനവകുപ്പിന്റെ അല്ലെങ്കിൽ ഫിനാൻസ് കമ്മീഷന്റെ ഒക്കെ പ്രവർത്തന രീതി. ഞാൻ പറഞ്ഞല്ലോ, സെസും സർചാർജും തന്നെയാണ് ഏറ്റവും വലിയ രീതിയിൽ സംസ്ഥാനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നത്. പക്ഷെ നമ്മൾ അവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, ഇവിടെ ഈ കേരള സംസ്ഥാനത്തിന് മാത്രമല്ല ഈ സെസും സർചാർജും വഴി അടി കിട്ടുന്നത് മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും ഉണ്ട്. അവിടെയൊന്നും ഇതുപോലെ ധനപ്രതിസന്ധി ഇല്ല. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നോക്കുക, കർണാടകം, അതുപോലെ ആന്ധ്ര, തമിഴ്നാട്, ഇവിടെയൊക്കെ ഈ പറയപ്പെട്ട സഞ്ചിത കടം 28% താഴെയാണ് നിൽക്കുന്നത്. അപ്പോഴാണ് കേരളത്തിൽ അത് 35% മുകളിൽ പോകുന്നത്. അത് കെടുകാര്യസ്ഥത കൊണ്ടല്ലേ? അത് സംസ്ഥാനത്തിന്റെ മാത്രം കെടുകാര്യസ്ഥത കൊണ്ടല്ലേ ആ തരത്തിൽ ഉയർന്നു നിൽക്കുന്നത്? എന്നിട്ട് എന്തിനാണ് ഇവർ കേന്ദ്രം കുറ്റം ചെയ്യുന്നു? ശരിയാണ്, കോ ബ്രാൻഡിങ് പറഞ്ഞുകൂടാ. അതുപോലെ തന്നെ കേന്ദ്രം സെസും സർചാർജും വർദ്ധിപ്പിക്കുന്നത് തെറ്റാണ്. അതുപോലെ തന്നെ കേന്ദ്രവും സംസ്ഥാനങ്ങളും കൂടി ചേർന്ന് പങ്കിട്ട് ചെയ്യുന്ന പദ്ധതികളുണ്ട്. ആ പദ്ധതികളില് മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം കേന്ദ്രത്തിന്റെ ഷെയർ വെട്ടിക്കുറച്ച് സംസ്ഥാനങ്ങളുടെ ഷെയർ വർദ്ധിപ്പിച്ചു. അതും വലിയ ഗുരുതരമായ പ്രതിസന്ധി സംസ്ഥാനങ്ങളിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത പ്രതിസന്ധി കേരളത്തിൽ ഉണ്ടെങ്കിൽ അത് കേരള ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത കൊണ്ടും ധനധൂർത്തുകൊണ്ടും മാത്രമാണ്. അപർണ തീർച്ചയായിട്ടും ശ്രീമതി മേരി ജോർജ്, ആ പോയിന്റിൽ നിന്ന് ശ്രീ മോഹൻകുമാർ, കോ ബ്രാൻഡിംഗ് വിഷയമാണ്, സെസ്സിന്റെ സർചാർജ് വിഷയമാണ്, കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെല്ലാം വിഷയമാണ്. അപ്പോഴും ഇതെല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാകേണ്ട പ്രതിസന്ധി എന്തുകൊണ്ട് കേരളത്തിന് മാത്രം സംഭവിക്കുന്നു? അതൊരു സംസ്ഥാനത്തിന്റെ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റും കെടുകാര്യസ്ഥതയും അല്ലെങ്കിൽ പിന്നെ എന്താണ്? എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം, ഈ ഒരു സംസ്ഥാനത്ത് മാത്രം ഈ ഒരു പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നു? അപർണ, നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് 1-ാം തീയതി കിട്ടേണ്ട ശമ്പളം ഒരു ദിവസം അല്ലെങ്കിൽ 2-ാമത്തെ ദിവസം വൈകി എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ പ്രതിസന്ധി ചർച്ച ചെയ്യുന്നത്. ഈ പ്രതിസന്ധി ചർച്ച ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാർ ഗുരുതരമായ കുറ്റം ചെയ്തു എന്ന് സമ്മതിക്കുമ്പോൾ ആ കുറ്റം കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിനെ എങ്ങനെ ബാധിക്കുന്നു? ഇന്നത്തെ പ്രതിസന്ധിക്ക് ആ കേന്ദ്ര സർക്കാർ നടത്തുന്ന നയങ്ങൾ ഏതെല്ലാം തരത്തിൽ സംഭാവന ചെയ്തു, എന്തെല്ലാം ഈ പ്രതിസന്ധിയുടെ ആക്കം കൂട്ടി എന്നുള്ള കാര്യം നമ്മൾ പരിഗണിക്കണം. ഇതിൽ ഒന്നാമത്തെ കാര്യം, 2024 ജനുവരി മാസത്തിൽ റിസർവ് ബാങ്ക് പുറത്തുവിട്ട സ്റ്റേറ്റ് ഫിനാൻസ് എന്ന് പറയുന്ന ആധികാരിക റിപ്പോർട്ടുണ്ട്. ആ ആധികാരിക റിപ്പോർട്ടിൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ എല്ലാ ടാക്സ് പിരിക്കുന്നതിലും ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ റവന്യൂ എത്ര ശതമാനം ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചറിന് വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ള കാര്യത്തിലും നമ്മളുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റിന്റെ കാര്യത്തിലും എല്ലാം കേരളം വളരെ മെച്ചപ്പെട്ട സംസ്ഥാനമാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണ്. ഏറ്റവും അടുത്ത കാലത്തെ കണക്കെന്താണ് കാണിക്കുന്നത്? കഴിഞ്ഞ 4 ദിവസത്തേക്ക് മുമ്പേ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട കൺസ്യൂമർ പെർ ക്യാപിറ്റ കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ, മന്ത്ലി പെർ ക്യാപിറ്റ കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ 2022-23 കണക്കിൽ പറയുന്നത്
കേരളം എന്ന് ഇന്ത്യയിലെ പ്രധാന സംസ്ഥാനങ്ങളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന, അതായത് ഇന്ത്യയിലെ ഒരു വ്യക്തി ഒരു മാസം അയാളുടെ ജീവിത ഭക്ഷണത്തിനും മറ്റ് ഭക്ഷ്യേതര ചെലവുകൾക്കുമായി ചെലവിടുന്ന കാര്യത്തിൽ ഇന്ത്യയിൽ പ്രധാന സംസ്ഥാനങ്ങളെ എടുത്താൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. 7000 രൂപ ഒരു മാസം ഒരാൾ ചെലവഴിക്കുമ്പോൾ ദേശീയ ശരാശരി 3700 രൂപയാണ്. ഇത്തരത്തിൽ കേരളത്തിൽ നടത്തുന്ന ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചറുടെ ഭാഗമാണ് ഈ 22-23 നടത്തിയ മന്ത്ലി പെർ ക്യാപിറ്റ കൺസ്യൂമർ എക്സ്പെൻഡിച്ചറിൽ കേരളം മുന്നിൽ നിൽക്കുന്നത്. അപ്പോ കേരളത്തിൽ ഇനി എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ഈ പ്രതിസന്ധി ചെയ്ത ആക്കം കൂട്ടിയത്? 2023-24 ഈ ഭരണഘടനയുടെ 293-ാമത്തെ വകുപ്പ് അനുസരിച്ച് സംസ്ഥാന ഗവൺമെന്റുകൾ ഓരോ വർഷവും ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും ആ ബഡ്ജറ്റിൽ പറയുന്ന കാര്യങ്ങൾ ചെലവഴിക്കാനുള്ള വിഭവങ്ങൾ കണ്ടെത്താനുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്വം സംസ്ഥാനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് കടമെടുക്കാനുള്ള പരിമിതി കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത്. ആ കടമെടുക്കാനുള്ള പരിമിതിക്ക് FRBM ആക്ട് 2003 കൊണ്ടുവന്ന FRBM ആക്ട് അനുസരിച്ച് അങ്ങനെ ആ പരിമിതി 3% നിലനിർത്തിയിട്ടുണ്ട്. ആ 3% നിലനിർത്തിയിരിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഇവിടെ ചെയ്തെന്താണ്? 39,000 കോടി രൂപ 23-24 സാമ്പത്തിക വർഷം കേരള ഗവൺമെന്റിന് കടമെടുക്കാമെന്ന് പറയുമ്പോൾ ആകെ കടമെടുക്കാൻ അനുവദിച്ചത് 28,000 കോടി രൂപയാണ്. ശ്രീ മോഹൻകുമാർ, സാങ്കേതിക വിഷയങ്ങൾ അദ്ദേഹത്തിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം. പ്രിന്റു മഹാദേവ്, ഉയരുന്ന ചോദ്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്നത് വലിയ വിവേചനം, ചരിത്രത്തിലില്ലാത്ത തരത്തിലുള്ള വിവേചനം, മാറ്റി നിർത്തൽ, അവഗണന, അതുകൊണ്ട് അനുഭവിക്കുന്നത് ഇത്രയും ലക്ഷക്കണക്കിന് ജീവനക്കാരും അവരുടെ കുടുംബങ്ങളും. ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് കേന്ദ്രം സംസ്ഥാനത്തെ തള്ളിവിടുകയായിരുന്നു. അപർണ, തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ധനകാര്യമന്ത്രി ഈ കേരളത്തിൽ അടുത്ത കാലത്തായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. തന്റെ സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റിലെ കെടുകാര്യസ്ഥത ഒരു സംസ്ഥാനത്തെ തന്നെ വലിയൊരു അധോഗതിയിലേക്ക് നയിച്ചിരിക്കുകയാണ്. അതിന്റെ ഉദാത്തമായിട്ടുള്ള ഉദാഹരണമാണ് ഇന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സർക്കാർ ജീവനക്കാരന്റെ ശമ്പളം മുടങ്ങിയിരിക്കുന്നു. നമുക്കറിയാം, പൊതുവെ സംഘടിത വിഭാഗം എന്ന രീതിയിൽ കേരളത്തിന്റെ രൂപീകരിച്ചതിന് ശേഷം സർക്കാർ ജീവനക്കാർ, പെൻഷൻകാർ, അധ്യാപകർ, ഈ ഒരു മേഖലയിൽപ്പെട്ട ആളുകളുടെ ശമ്പളം ഒരു കാരണവശാലും മുടങ്ങാറില്ല. ഇത് തികച്ചും മുടങ്ങുമെന്നുള്ള കാര്യം മുന്നറിയിപ്പ് സാമ്പത്തിക വിദഗ്ധരായിട്ടുള്ള മേരി ടീച്ചറെ പോലെയുള്ള ആളുകൾ ഇതിനു മുമ്പ് നൽകിയിട്ടുണ്ട്. യാതൊരു ധനകാര്യ മാനേജ്മെന്റും ഇല്ലാതെ കേന്ദ്രത്തെ കുറ്റം പറയാൻ ഇവിടുത്തെ ധനകാര്യമന്ത്രിക്ക് എന്ത് അർഹതയാണുള്ളത്? നിങ്ങൾ മിനിയാന്നാണ് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം 28-ാം തീയതിയാണ്, ഫെബ്രുവരി 28-ാം തീയതിയാണ് കേന്ദ്ര സർക്കാർ 4,122 കോടി രൂപ ഈ കേരളത്തിന് കൊടുത്തത്. അങ്ങനെയാണ് അപർണ ഈ കേരളത്തിന് ഓവർ ഡ്രാഫ്റ്റായി കടന്നിരുന്ന ട്രഷറി ആ ഓവർ ഡ്രാഫ്റ്റിൽ നിന്ന് മോചിതമായത്. പിന്നെ എന്താണ് കേന്ദ്രം നൽകിയില്ലെന്ന് നിങ്ങൾ പറയുന്നത്? ഇവിടെ IGST വിഭാഗത്തിൽ മാത്രം കേന്ദ്രം 1,386 കോടി രൂപയാണ് കഴിഞ്ഞ ദിവസം അനുവദിച്ചത്. GST ഇനത്തിൽ 2,736 കോടി രൂപ അനുവദിക്കുന്നു. ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം, യാതൊരു ധനകാര്യ മാനേജ്മെന്റിനകത്ത് തനത് വരുമാനത്തിൽ അല്ലെങ്കിൽ യാതൊരു തരത്തിൽ വരുമാനമില്ലാത്ത ഒരു സർക്കാർ, കടം വാങ്ങിച്ചുകൊണ്ട് ഈ കേരളത്തെ മുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ, ആ സർക്കാരിന്റെ ധനമന്ത്രി വീണ്ടും വീണ്ടും കടമെടുക്കുമ്പോൾ അതിനൊരു പരിധിയുണ്ട്. ഇത് നരേന്ദ്രമോദിയോ നിർമ്മല സീതാരാമനോ വെക്കുന്നതൊന്നുമല്ല. നേരത്തെ മേരി ടീച്ചർ പറഞ്ഞല്ലോ, ഇതിന് കൃത്യമായിട്ട് നോക്കൂ, ആഗോള രംഗത്ത് കൃത്യമായിട്ട് സാമ്പത്തിക അച്ചടക്കമുള്ള ഒരു കേന്ദ്ര സർക്കാരാണ് നമ്മുടെ മുമ്പിലുള്ളത്. കടം എടുക്കുന്നതിന് പരിധിയുണ്ട്, കടം മേടിക്കുന്നതിന് പരിധിയുണ്ട്. CAG അനുസൃതമായിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ അതിന്റെ ധനകാര്യ പോളിസികൾ രൂപീകരിക്കുന്നത്. സ്വാഭാവികമായി കടത്തിന്റെ അങ്ങേയറ്റത്തിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, ശ്രീ പ്രിന്നു മഹാദേവ്, കേരളം നടത്തുന്ന ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് കാണാതിരിക്കുന്നില്ല. സാമ്പത്തിക വിദഗ്ധരോ അത് പറയുന്നുണ്ടല്ലോ, മേരി ജോർജ് അടക്കം. അപ്പോഴും കോ ബ്രാൻഡിംഗ് പോലെയുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുക, അതിൽ വിഹിതം വെട്ടിക്കുറയ്ക്കുക, സെസ്സും സർചാർജും കൂടുതലാക്കുക. കേന്ദ്ര സർക്കാരിന്റെ പല നയങ്ങളും എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുന്നതാണ് എന്നുള്ള വിലയിരുത്തലും ഇതിനൊപ്പമുണ്ടല്ലോ. അങ്ങനെയല്ല. എല്ലാ പദ്ധതികളിലും കോർ ബ്രാൻഡിംഗ് മാത്രമല്ല. ഞാൻ ചോദിക്കട്ടെ, കേന്ദ്രം നടപ്പിലാക്കുന്ന പദ്ധതി, അത് ലൈഫ് ആയിക്കോട്ടെ, തൊഴിലുറപ്പായിക്കോട്ടെ, ഇനി നമ്മളെ ആരോഗ്യ മിഷൻ ആയിക്കോട്ടെ,
എന്തിനാണ് കേന്ദ്ര സർക്കാരിന്റെ പേര് മാറ്റിക്കൊണ്ട് നിങ്ങളുടേതായ പേര് വെക്കേണ്ട കാര്യം? അങ്ങനെയില്ലല്ലോ. കേന്ദ്ര സർക്കാർ ബ്രാൻഡിംഗ് നടത്തുന്ന പദ്ധതികൾക്ക് പണം നൽകുന്നത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പേര് ലൈഫ് അടക്കം അതിനകത്ത് വരുന്നുണ്ട്. അതിനൊക്കെ വിഹിതം സംസ്ഥാന സർക്കാരിനാണ്, കേന്ദ്ര സർക്കാരിനേക്കാൾ കൂടുതലുള്ള കണക്കുകൾ താങ്കൾക്കും അറിയില്ലേ? ലൈഫ് അടക്കമുള്ള വിഷയങ്ങളുണ്ട്. ഈ കോ ബ്രാൻഡിംഗ് വന്നിരിക്കുന്നതിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അല്ല, കോ ബ്രാൻഡിംഗ് നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കേന്ദ്ര സർക്കാർ പദ്ധതികളാണ്. ആ പദ്ധതികൾ നടപ്പിലാക്കുന്ന സമയത്ത് കേന്ദ്ര വിഹിതം നൽകുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണെന്ന് പറയാൻ എന്തിനാണ് സർക്കാർ മടി കാണിക്കുന്നത്? അത് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കണം, IGST വിഭാഗത്തിൽ കഴിഞ്ഞ ദിവസമാണ് 1386 കോടി രൂപ അനുവദിച്ചത്. നമ്മൾ മനസ്സിലാക്കണം, IGSTയുടെ ഈ ഫയലിംഗ് ഇപ്പോഴാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. 4500 കോടി രൂപ IGST വരുമാനം ഇനിയും കിട്ടാനുണ്ട്. ഇതുവരെ ഫയലിംഗ് നടത്തിയിട്ടില്ല. ഈ ഫയലിംഗ് നടത്തിയിട്ടുള്ള മുഴുവൻ കേന്ദ്ര ഫണ്ടും അനുവദിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് കേരളത്തിന് മാത്രം എന്താ പ്രത്യേകത? തമിഴ്നാട് ഇത് ചെയ്തില്ല. തമിഴ്നാട് ഇതേ പ്രതിസന്ധി ഉണ്ടായിരുന്നു. തമിഴ്നാട് അവിടെ ഈ ഫയലിംഗ് കൃത്യമായി നടപ്പിലാക്കിയപ്പോൾ 1,32,000 കോടി രൂപയാണ് തമിഴ്നാടിന് അനുവദിച്ചത്. കേരളത്തിന് മാത്രം എന്താ പ്രത്യേകത? അപ്പൊ അതിനർത്ഥം ഇവിടെ കേന്ദ്ര സർക്കാർ നൽകുന്ന പണം മുഴുവൻ വകമാറ്റി ചെലവഴിക്കുന്നു. ആ വകമാറ്റി ചെലവഴിക്കുന്നത്, അതിനെ കണക്ക് ചോദിക്കുന്ന സമയത്ത് കണക്ക് തരാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഇപ്പോൾ നമ്മൾ ധനകാര്യമന്ത്രി നേരത്തെ 13,000 കോടി രൂപയുടെ കണക്ക് പറഞ്ഞു. എന്താണ് 13,000 കോടി രൂപ? അത് 5 വർഷം മുമ്പ് കേന്ദ്രം 5 വർഷമായിട്ട് നമ്മുടെ GSTയുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരത്തിന് തുക ചേർത്തിട്ടാണ് ഈ 13,000 കോടി. ധനമന്ത്രി പറയുന്ന വിഷയങ്ങളുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയടക്കം തകർക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ, UGC വിഹിതം വെട്ടിക്കുറയ്ക്കുക, ശാസ്ത്ര കോൺഗ്രസ് തന്നെ നടത്തേണ്ട എന്ന് തീരുമാനിക്കുക, അങ്ങനെയുള്ള ചില നീക്കങ്ങൾ, ഒരു മേഖല തന്നെ ഇല്ലാണ്ടാക്കാനുള്ള നീക്കം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നു എന്നാണ്. ഒരിക്കലുമില്ല. കേന്ദ്ര സർക്കാർ ഏറ്റവും കൂടുതൽ GST ഇനത്തിൽ നഷ്ടപരിഹാരം നൽകിയത് കേരളത്തിനാണ്. പദ്ധതിയുടെ വിഹിതത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് 2,12,000 കോടി രൂപയാണ് ഈ കേരളത്തിന് നൽകിയിട്ടുള്ളത്. GST നഷ്ടപരിഹാരം ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേരളമാണ്. പിന്നെ തനത് വരുമാനം ഈ കേരളത്തിലില്ല. സ്വന്തമായി വരുമാനം വേണ്ടേ? കടമെടുക്കുന്നു, ദൂർത്ത്. നോക്കൂ, ഈ മരപ്പട്ടി ശല്യം എന്ന പേര് പറഞ്ഞുകൊണ്ട് 7 കോടി രൂപയുടെ ദൂർത്താണ് നമ്മുടെ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിനകത്ത് നടത്തിയത്. ഈ വലിയ ധനകാര്യ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്താണ് നവകേരള സദസ്സ് നടത്തിയിട്ട് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഈ കേരളത്തിൽ ഉണ്ടാക്കിയത്. അപ്പോ ഒരു ഭാഗത്ത് ദൂർത്ത് നടക്കുന്നു. ഈ ദൂർത്തിനെ മറച്ചു വെക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനെ പഴിചാരുന്നതിൽ യാതൊരു വിധത്തിൽ അർത്ഥമില്ല. ബിജു, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം പോകാൻ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒന്നും ചെയ്തിട്ടില്ല. കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കീപ്പ് ചെയ്യുന്നു, ആ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. ധൂർത്ത് മാത്രമാണ് നടത്തുന്നത് എന്ന് പറയുന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത ചില പദ്ധതികൾ, നയങ്ങൾ, അല്ലെങ്കിൽ നവകേരള സദസ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ്. ആ സമയത്തൊക്കെ ഈ പ്രതിസന്ധി ഉണ്ട് എന്ന് വ്യക്തമാക്കാൻ സർക്കാരിനോ മന്ത്രിമാർക്കോ കഴിയുമായിരുന്നില്ല, അല്ലെങ്കിൽ മടിയുണ്ടായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. അത് കഴിഞ്ഞിട്ട് സർക്കാർ ജീവനക്കാരുടെ പെൻഷനിൽ കത്തിവെക്കുക, ശമ്പളത്തിൽ കത്തിവെക്കുക, ഇത് മുടങ്ങുന്ന സമയം വരുമ്പോൾ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് സംസ്ഥാനം എന്ന് പറയുന്നിടത്ത് ഒരു ശരികേടുണ്ട്. അപർണ, ശമ്പളം മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് അതൊരു സാങ്കേതിക പിഴവാണ് എന്ന് ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ മുതിർന്ന മാധ്യമ പ്രവർത്തകർക്കൊക്കെയും മനസ്സിലായിട്ടുണ്ട്, മാധ്യമങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, ആ വാക്കിന് വലിയൊരു പ്രശ്നമുണ്ട്. സാങ്കേതിക പിഴവ് എന്ന് പറയുന്ന വാക്കിനകത്ത് പല പ്രശ്നങ്ങളുണ്ട്. പെൻഷൻ ഉള്ളവർക്ക് പോലും പെൻഷൻ കയ്യിൽ കിട്ടിയിട്ടില്ല, ബാങ്കിനകത്ത് പെൻഷൻ എത്തിയിട്ടുണ്ട്, പക്ഷെ എടുക്കാൻ കഴിയില്ല. ഇതെന്താണ് സാങ്കേതിക പിഴവ്? ഞാനൊന്ന് പറയട്ടെ. ട്രഷറി അക്കൗണ്ടുകളിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത ഒരു പിഴവാണ് അത്. നമ്മുടെ IT മേഖലയുമായി ബന്ധപ്പെട്ട ഒരു സാങ്കേതിക തകരാറാണ്. അല്ലല്ല, താങ്കളോട് ഞാൻ വിട്ടിത്തരമാണ് പറഞ്ഞെങ്കിൽ പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ. എന്ത് അവിടെ ഡിസേബിൾ ആക്കിയിട്ടിരിക്കുകയാണ്? പണമില്ലാത്തത് കൊണ്ട് സംവിധാനം തകർത്തു മരവിപ്പിച്ചിട്ടിരിക്കുന്നു. നോക്കൂ ശ്രീ ആയുർ ബിജു, കൃത്യമായിട്ട് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, അതായത് TSB അക്കൗണ്ടിലൂടെ TSB അക്കൗണ്ടിലൂടെ പണം കൊടുത്ത ചുരുക്കം പേർക്ക് ശമ്പളം കിട്ടിയിരിക്കുന്നു. ആ ചുരുക്കം പേരെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം പെടും. അതല്ലാതെ എംപ്ലോയീസ് ട്രഷറി സേവിങ്സ് അക്കൗണ്ട് വഴി പണം കൈമാറിയവർക്ക് ബാങ്കിൽ പെൻഷൻ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ശമ്പളം എത്തിയിട്ടുണ്ട്. 2% എടുക്കാൻ കഴിയില്ല. അത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, എടുക്കാൻ കഴിയില്ല. അല്ല, ട്രഷറിയിൽ നേരിട്ടെത്തിയവർക്ക് 1000 കോടി രൂപയുടെ
പൈസകൾ മാറ്റം ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ശമ്പളം ലഭ്യമായിട്ടുണ്ട്. TSB അക്കൗണ്ടാണ് ഇത്, എംപ്ലോയീസിന് മാത്രമുള്ളതാണ്. TSB അക്കൗണ്ടിലുണ്ടെങ്കിൽ മാറ്റാം. ഇത് നിങ്ങൾ ഡിസേബിൾ ചെയ്തിട്ടിരിക്കുകയാണ്. അത് മരവിപ്പിച്ചു. ആദ്യം അത് പോയി പഠിക്കൂ. എത്ര വിഭാഗം ജീവനക്കാർക്ക് TSB അക്കൗണ്ടിലൂടെ ശമ്പളം കിട്ടിയിട്ടുണ്ടാവും? TSB അക്കൗണ്ട് ഇല്ല, ETSB അക്കൗണ്ടിലാണ് ശമ്പളം കൊടുക്കുന്നത്. TSB അക്കൗണ്ടിലാണ് മുഖ്യമന്ത്രി ശമ്പളം മാറിയിട്ടുള്ളത്. TSB അക്കൗണ്ടിലൂടെ വാങ്ങുന്ന ഒരു വിഭാഗം ജീവനക്കാർക്കും ഇതല്ലാതെ അത് വളരെ കുറച്ചാളുകൾ, ഒരു നാരോ ഇതിൽ ഉള്ള ആളുകളെ ഉള്ളൂ. 5.5 ലക്ഷത്തോളം വരുന്ന അധ്യാപകർക്കും ജീവനക്കാർക്കും കൊടുക്കുന്ന ശമ്പളം കൊടുക്കുന്നത് ETSB എംപ്ലോയീസ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വഴിയാണ്. അതാണ് ഫ്രീസ് ചെയ്തത്. അത് പണമില്ലാത്തത് കൊണ്ടാണ്. പലവട്ടമായി പറഞ്ഞ് ഇപ്പോൾ ശമ്പളത്തിൽ വീണ്ടും കൈവച്ചിരിക്കുകയാണ്. ശമ്പളം പിടിച്ചെടുക്കണം എന്നുള്ളതാണ് സർക്കാരിന്റെ പിന്നിലുള്ളത്. അതിന് സാങ്കേതികം പറഞ്ഞു മുമ്പോട്ട് പോകണം. സാങ്കേതികമാണെങ്കിൽ ഒരു കേരളം പോലെ ഒരു സംസ്ഥാനത്ത് മിനിറ്റുകൾക്കുള്ളിൽ അത് മാറ്റിയെടുക്കാന്നുള്ളൂ. ഞങ്ങൾ ട്രഷറി ഡയറക്ടറെ കണ്ടപ്പോൾ ട്രഷറി ഡയറക്ടർ പറഞ്ഞത് ഇത് തന്നെയാണ്. പോയിട്ട് വരാം. ഈ സാങ്കേതികത്വം എന്ന വാക്ക് താങ്കൾ ഉപയോഗിച്ചു. സാങ്കേതികത്വം എന്ന വാക്ക് അതെ അല്ല, ഈ സാങ്കേതിക ഞങ്ങളുടെ ജോലിയിലെ ശമ്പളമാണോ സാങ്കേതികത്വം വെച്ചത്? ഈ ഗവൺമെന്റ് വന്നിട്ടില്ലേ 60 വർഷത്തെ ചരിത്രത്തിൽ ഇന്ന് വരെ ശമ്പളം കിട്ടാതായിട്ടുണ്ടോ? ശമ്പളം കൊടുക്കുന്ന ആശുപത്രിയിലേക്ക് ജീവനക്കാർക്കാണ് ചെറിയ ശമ്പളം കൊടുക്കുന്നത്. ആ സംവിധാനം തകരുകയാണ്. ഇപ്പൊ പറഞ്ഞില്ലേ, കുട്ടികളൊക്കെ കൂട്ടം കൂട്ടമായി രാജ്യം വിട്ടു പോകുന്നു. ഉന്നത വിദ്യാഭ്യാസം എല്ലാം താറുമാറായിട്ട് പോവാണ്. ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി ഇവിടെ നിന്ന് വിറ്റ് അവർ വെളിയിൽ പോവാണ്. പണ്ട് പുറത്തുനിന്ന് ആളുകൾ ഇവിടെ പണം അയച്ചെങ്കിൽ ഗൾഫിലൊക്കെ പോയാൽ അയച്ചെങ്കിൽ ഇപ്പൊ ഇവിടെ വിറ്റുപറക്കി പോവുകയാണ്. വളരെ ഗൗരവമായ വിഷയമാണ്. എന്റെ വായടപ്പിച്ചിട്ട് കാര്യമില്ല. ആഴത്തിൽ പരിശോധിക്കണം കേരളത്തിലെ പൊതുസമൂഹം. അല്ല, അതിന് എന്നെ അനുവദിച്ചില്ലെങ്കിൽ ഞാനും അതേ നിലപാട് തുടരും. താങ്കൾ പറയൂ. നിങ്ങൾ തെറ്റിദ്ധാരണ വരുത്തുന്ന പറയരുത്. ശമ്പളം കിട്ടിയില്ല, അത് സാങ്കേതികമല്ല, പണമില്ലാത്തത് കൊണ്ടാണ്. പറയട്ടെ, സാങ്കേതികത്വം അല്ല എന്ന രീതിയിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ടാണ് താങ്കൾ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ വിചാരിക്കുന്നു താങ്കൾ BJP വക്താവാണെന്ന്. നിങ്ങൾ ഈ കേരളത്തിന് വേണ്ടി എന്ത് കൊണ്ടുവന്നു? താങ്കൾ 4000 കോടി രൂപ കണക്കാക്കുന്നല്ലോ. ഇവിടെ കേരളത്തിൽ ഞങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതിന്റെ ചർച്ച. നിങ്ങൾ 5 ലക്ഷം ഗവൺമെന്റ് ജീവനക്കാരുടെ ശമ്പളം മുടക്കി, അതാണ് ചർച്ച. ചർച്ച എന്ന് പറയുന്നത് ഇവിടത്തെ നിങ്ങൾക്ക് വേണ്ടി ഈ 4000 കോടി രൂപ കേരളത്തിന് അവകാശപ്പെട്ടതാണ്. നികുതി ഇന വരുമാനമായിട്ടും IGST ഇന്റഗ്രേറ്റഡ് ഗുഡ് സർവീസുമായി ബന്ധപ്പെട്ട ഞങ്ങൾക്ക് ഈ കൊച്ചു കേരളത്തിന് കിട്ടേണ്ട വിഹിതമാണ് സാർ നിങ്ങൾ തന്നു എന്ന് പറയുന്നത്. നിങ്ങൾ 2 കൊല്ലമായി ബഡ്ജറ്റ് വിഹിതത്തിൽ സന്മനസ്സുണ്ടാകണം. സർക്കാർ ജീവനക്കാർക്ക് അല്ല പ്രിഞ്ചു, താങ്കൾ പറഞ്ഞ വിഡ്ഢിത്തമൊക്കെയും പൊതുസമൂഹവും ഞാനും കേട്ടുകൊണ്ടിരുന്നില്ലേ? ആ മര്യാദ താങ്കൾ കാണിക്കണം. ഇത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ കേരളത്തിൽ നിങ്ങളുടെ പാർട്ടി BJP ഞാനൊരു എയ്ഡഡ് ഗവൺമെന്റ് എംപ്ലോയിയാണ്, അതുകൊണ്ടാണ് എനിക്ക് വികാരം ഉണ്ടാവും. ഞാൻ ചോദിച്ചത് എനിക്ക് വികാരം ഉണ്ടാവും. കാലഘട്ടത്തിൽ നിങ്ങൾ എത്ര കോടി രൂപ കേരളത്തിന് അനുവദിച്ചു? ഇനി താങ്കളോട് ചോദ്യം ചോദിക്കട്ടെ, കേന്ദ്ര സർക്കാരിന്റെ കടം എത്രയാണെന്ന് താങ്കൾക്കറിയാമോ? 163 ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിന്റെ സഞ്ചിത കടം. താങ്കൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? പാർലമെന്റ് വെച്ച കണക്കാണ്. അല്ലല്ല, താങ്കൾ കേരളത്തിന്റെ കടത്തെ കുറിച്ച് വന്നല്ലോ. ഇവിടെ മേലുക്കുട്ടി ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞു കേരളത്തിന്റെ ധൂർത്ത്, എന്ത് ധൂർത്ത്, എന്ത് ഘടികാര. 2 വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഈ വിഷയത്തെ സാമാന്യവൽക്കരിക്കുന്നതിന് പകരം ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുപോവുകയാണ്. മേരിക്കുട്ടി ടീച്ചർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞു ഘടികാരസ്ഥത, ധൂർത്ത് എന്താണ്? വെളിപ്പെടുത്തട്ടെ അവര്. ഇനി അങ്ങനെയല്ലല്ലോ. ഇവിടെ മരപ്പട്ടിയുമായി ബന്ധപ്പെട്ട് 7 കോടി രൂപ ധൂർത്ത് നടത്തിയെന്ന് പ്രിഞ്ചു പറഞ്ഞു. താങ്കൾക്ക് ഓർമ്മയുണ്ടോ? താങ്കൾ ഒരു കണക്ക് വെക്കൂ. അത്തരത്തിലൊരു കണക്ക് താങ്കളുടെ കയ്യിലുണ്ടോ? എന്ത് വിഡ്ഢിത്തവും ഈ ചാനൽ ചർച്ചയിൽ വന്നിട്ട് പറയരുത്. മിനിമം ന്യൂസ് 18 പ്രേക്ഷകർക്കെങ്കിലും
ബോധ്യപ്പെടണം. താങ്കൾ പറഞ്ഞ കണക്കാണ്. ശ്രീ ആയുർബിജു ഒറ്റ മിനിറ്റ്. 14 ലക്ഷം രൂപ സാർ. നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ശ്രീമതി മേരി ജോർജിലേക്ക് പോയ ശേഷം ശ്രീമതി മേരി ജോർജ് ധൂർത്ത് പറയുന്നത് വെറുതെ ഉപയോഗിക്കുന്ന ഒരു വാക്ക് മാത്രമായിട്ട് വിവക്ഷിക്കുകയാണ് ആയുർബിജു. ധൂർത്ത് എന്ന് പറഞ്ഞതിനെ അത് വെറും ഒരു വാക്ക് മാത്രമായി, വെറുതെ പറയുന്ന ഒരു വാക്ക് മാത്രമായി വ്യാഖ്യാനിക്കുകയാണ് ശ്രീമതി മേരി ജോർജ്. എനിക്കല്ലേ സമയം, എനിക്ക് ഒന്ന് ദയവായി ഹോൾഡ് ചെയ്യ് ശ്രീ ആയുർബിജു, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ഒന്ന് ശ്രീമതി മേരി ജോർജ് പറയട്ടെ. ടീച്ചർ അല്പസമയം അവിടെ നിൽക്കൂ. ടീച്ചർ എത്ര മിനിറ്റ് എടുത്തു? ആ സമയം ഞാൻ എടുക്കട്ടെ. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ നിങ്ങൾ പലരും പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയണ്ടേ ഈ ചർച്ചയിൽ? അതിന് സമയം തന്നെങ്കിൽ ഞാൻ LDFിന്റെ പ്രതിനിധിയായി എന്തിന് ഈ ചർച്ചയിൽ ഇരിക്കണം? അതാണല്ലോ ചോദ്യം. ശ്രീമതി മേരി ജോർജ് അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് താങ്കളിലേക്ക് വരാം. ആയുർബിജു അതൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് താങ്കളിലേക്ക് വരാം, താങ്കളിലേക്ക് തന്നെ വരാം. അതൊന്ന് എന്നാണ് മിസ്റ്റർ ആയൂർ ബിജു പറഞ്ഞത്. മിസ്റ്റർ ആയൂർ ബിജു, എന്റെ കയ്യിലിരിക്കുന്നത് ഈ ബജറ്റ് ഡോക്യുമെന്റ് പറയാനുള്ള അവസരം തരണം. മേരിക്കുട്ടി ടീച്ചർ മാത്രം സംസാരിച്ചാ പോരാ. അല്ല ശ്രീ ആയുർബിജു താങ്കൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഞാൻ ഒന്ന് ഇടപെടുന്നത് ശ്രീമതി മേരി ജോർജിലേക്ക് പോയതിനു ശേഷം താങ്കളിലേക്ക് വരാം. താങ്കൾ ഉയർത്തുന്ന വാദങ്ങൾക്ക് ഒരു മറുഭാഗം ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്തുകൊണ്ട് താങ്കൾക്ക് മറുപടി പറയാമല്ലോ. സമയം എനിക്ക് തരണ്ടേ? അപർണ, ഒരു മിനിറ്റ് എനിക്കൊരു ചോദ്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ എന്റെ കണക്ഷൻ ഡിസ്കണക്ട് ആയി പോയി, അതുകൊണ്ടാണ്. നോക്കൂ അപർണ, കേൾക്കുന്നുണ്ട് ശ്രീ മോഹൻകുമാർ. ഞാൻ നോക്കൂ, ഈ കെടുകാര്യസ്ഥതയുടെ കാര്യം നമ്മളൊരു മാനദണ്ഡമായി പറയുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരാണ് കെടുകാര്യസ്ഥതയുടെ ഏറ്റവും മകുട ഉദാഹരണമായി നമുക്ക് പറയാനുള്ളത്. 2023-24 ബഡ്ജറ്റിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് സംസ്ഥാനങ്ങൾക്ക് 3% കൂടുതൽ ആവാൻ പാടില്ല എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് 5% മുകളിലാണ്. അവരുടെ ഡെപ്റ്റ് സർവീസിംഗ് ചാർജ്, അവർ വാങ്ങിയിരിക്കുന്ന കടം റവന്യൂ വരുമാനത്തിന്റെ 56% വരെയായി. അത് പക്ഷേ കേരളത്തിന്റെ സാമ്പത്തിക മിസ്മാനേജ്മെന്റിനുള്ള മറുപടി ആകില്ല. കേരളത്തിന്റെ മിസ്മാനേജ്മെന്റ് നടന്നു എന്ന് ആരാണ് പറയുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നു കേരളം മിസ്മാനേജ്മെന്റ് നടത്തിയിട്ടില്ല. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഏറ്റവും അവസാനമായി അവർ പറഞ്ഞിരിക്കുന്ന കണക്കുകൾ കാണിക്കുന്നതാണ് ഇയർ ടു ഇയർ, കഴിഞ്ഞ ഓരോ വർഷവും എനിക്ക് ശ്രീമതി മേരി ജോർജിലേക്ക് പോയതിനു ശേഷം ഞാൻ തിരികെ എത്താം. എനിക്ക് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ അത് ഏകപക്ഷീയമായി പോകും. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. എനിക്കൊന്ന് ശ്രീമതി മേരി ജോർജിലേക്ക് പോയതിനു ശേഷം ഞാൻ തിരികെ എത്താം. എങ്ങനെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ കേരളം ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഒന്നും നിങ്ങളുടെ ഗൾഫിലെ പണതാരങ്ങൾ കഷ്ടപ്പെടുന്ന മലയാളം ഒഴുക്കുന്ന പണമാണ് സാറേ. ഏതെങ്കിലും തരത്തിൽ 35 ലക്ഷം ഉണ്ടെങ്കിൽ അത് കേന്ദ്ര അതിരൂക്ഷമായ വിലക്കയറ്റമാണ് സംസ്ഥാനങ്ങൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം. ശമ്പളം കൊടുക്കാൻ പറ്റാത്തല്ല. മാർച്ച് മാസം 1-ാം തീയതി ട്രഷറിയിൽ ചെക്കുമായി ചെന്ന എല്ലാവർക്കും ട്രഷറിയിൽ നിന്ന് പണം കൊടുത്തു. എവിടെ ആർക്ക് കൊടുത്തു? ചെക്കുമായിട്ട് പോകുന്ന ആരാ? ചെക്കുമായിട്ട് പോകുന്ന ആർക്ക് പണം കൊടുത്തു? തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യം പറയരുത്. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി കേരളത്തിൽ 5 ലക്ഷം വരുന്ന അധ്യാപകർക്ക് ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല. 3 ദിവസം കഴിയുന്നു. എന്ത് പറഞ്ഞാലും സംസ്ഥാന ഗവൺമെന്റിനെ കെടുകാര്യ ആരുടെയെങ്കിലും അക്കൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പറയൂ, അക്കൗണ്ട് വഴിയാണ് ശമ്പളം കൊടുക്കുന്നത്. എല്ലാ കണക്കുകളും കാണിക്കുന്നത്. അല്ല, ഇത് അക്കൗണ്ട് വഴിയല്ലേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ നടക്കുന്നത്? കമ്മീഷൻ എന്ന് പറയുന്നത് പ്രസിഡന്റ് ശ്രീ മോഹൻകുമാർ ഒറ്റ സെക്കൻഡ്, ശ്രീ മോഹൻകുമാർ അതൊരു ചോദ്യമുണ്ട്. താങ്കൾ ഈ പറഞ്ഞതിലെ വിഷയമുണ്ട്. ഞാനൊന്ന് ശ്രീമതി മേരി ജോർജിലേക്ക് തിരികെ എത്തിയ ശേഷം മേരി ജോർജിനെ കണക്ട് ചെയ്യും. 5500 കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് വേണ്ടത്. ശ്രീമതി മേരി ജോർജ് പറയൂ, എനിക്ക് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ ആണ് വേണ്ടത്. ഇതുവരെ ഓക്കെ, ശ്രീ മോഹൻകുമാർ ദയവായി ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീമതി മേരി ജോർജ് കോൺഗ്രസ് ആണോ ഇടതുപക്ഷമാണോ എന്നുള്ളതല്ല, ഇത് ഇന്ത്യൻ അദ്ദേഹം കേൾക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. ശ്രീമതി മേരി ജോർജ് താങ്കൾക്ക് പറയാം. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന് തന്നെ
അതിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് കേരളം മാത്രമല്ല ഇവിടെ ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുള്ളത്. ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുള്ളത് തമിഴ്നാട് ഉന്നയിക്കുന്നു, കർണാടക ഉന്നയിക്കുന്നു, പഞ്ചാബ് കേൾക്കുന്നില്ല. ശ്രീമതി മേരി ജോർജ്, താങ്കൾക്ക് പറയാം. സംസ്ഥാനങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ഇതിന് നമ്മൾ ആ രീതിയിൽ വേണം കാണാൻ. എനിക്ക് പറയാൻ പറ്റില്ല. ഞാന് മിസ്റ്റർ മോഹൻകുമാർ തന്നെ നേരത്തെ പറഞ്ഞ ഒരു ആർഗ്യുമെന്റ് ഉണ്ടല്ലോ, കേരളമാണ് ഉപഭോക്തൃ സംസ്ഥാനം എന്ന രീതിയിൽ 1ാം ഇൻഡെക്സ് എന്ന്. അത് മിസ്റ്റർ മോഹൻകുമാർ പിടിച്ചെടുത്തു. പക്ഷേ അതിനോടൊപ്പം അതായത് പരോക്ഷ നികുതി പിരിവിൽ കേരളം 7ാം സ്ഥാനത്താണ് എന്ന കാര്യം മിസ്റ്റർ മോഹൻകുമാറിന് കിട്ടിയില്ല. അത് വലിയ പരിഹാസ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 1ാം സ്ഥാനത്താണ് ഉപഭോക്തൃ സംസ്ഥാനമെങ്കിൽ കേരളം 1ാം സ്ഥാനത്ത് വരണം നികുതി പിരിവിന്റെ കാര്യത്തിലും. ആ കാര്യത്തിൽ കേരളം 7ാം സ്ഥാനത്താണ് എന്ന് മിസ്റ്റർ മോഹൻകുമാർ മനസ്സിലാക്കണം. ഇനി തീർന്നില്ല. എനിക്ക് ആയുർ ബിജു ചോദിച്ച ആ കെടുകാര്യസ്ഥത, ഇതാ ഉദാഹരണത്തിന് ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന 2024-25 ബജറ്റ് ഡോക്യുമെന്റ് ആണ്. പേജ് A41, ടേബിൾ A39. നികുതി പിരിവിന്റെ കാര്യമാണ്, കുടിശ്ശികയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ടാക്സസ് ഓൺ കമ്മോഡിറ്റീസ്, അതായത് GST, സംസ്ഥാന ഗവൺമെന്റ് പിരിച്ചെടുക്കേണ്ട GSTയിൽ വന്നിരിക്കുന്ന കുടിശ്ശിക, അതായത് യാതൊരു തടസ്സങ്ങളുമില്ലാത്ത കുടിശ്ശിക 13,281 കോടിയാണ്. അതായത് 24-25 ബജറ്റിൽ കാണിച്ചിരിക്കുന്ന GST കുടിശ്ശിക. അതാണ് മിസ്റ്റർ മോഹൻകുമാർ പറഞ്ഞ് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഉപഭോക്തൃ സംസ്ഥാനം. അതുകൊണ്ടാണ് GST കുടിശ്ശിക തന്നെ ഇതാ 13,281 കോടിയാണ്. ആകെ കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ളത് എത്ര കോടിയാണെന്ന് അറിയാമോ? 19,975 കോടി. ഈ കുടിശ്ശിക പിരിച്ചെടുക്കാത്തതിനെയാണ് കെടുകാര്യസ്ഥത എന്ന് വിളിക്കുന്നത്. ആരുടെ കെടുകാര്യസ്ഥത എന്ന് എന്നെ കൊണ്ട് പ്രത്യേകിച്ച് പറയിക്കണ്ട. GST വകുപ്പിന്റെ തന്നെ കെടുകാര്യസ്ഥത. ഇത് നികുതിയായത്. ഇതുപോലെ തന്നെ CAG റിപ്പോർട്ട് എടുത്ത് നോക്കുക. ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ പുറത്തു വന്ന CAG റിപ്പോർട്ട്, അതിനകത്ത് 28,258.39 കോടിയുടെ കുടിശ്ശിക പിരിച്ചെടുക്കാത്ത കാര്യമാണ് CAG ചൂണ്ടിക്കാണിക്കുന്നത്. കെടുകാര്യസ്ഥത എന്ന് മാത്രമല്ല, ഇന്റേണൽ ഓഡിറ്റിംഗ് നടക്കുന്നില്ല എന്നതുകൂടി CAG പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നു. ഇന്റേണൽ ഓഡിറ്റിംഗ് കൃത്യമായിട്ട് നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അപർണ, ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ ഇതിനിടയിൽ. ഓക്കെ, വളരെ പെട്ടെന്ന് ഞാൻ ആ വിഷയത്തിലേക്ക് വളരെ പെട്ടെന്ന് വരാം. ഒരു ചെറിയ ഇടവേള അത്യാവശ്യമാണ്, വളരെ പെട്ടെന്ന് വരാം. കോൺഗ്രസിൻ്റെ മികച്ച ഒരു MP ആയി, അല്ലെങ്കിൽ ആറ്റിങ്ങൽ എന്നും ഇടതുപക്ഷത്തിനൊപ്പം നിന്നിരുന്ന സമ്പത്തിൽ നിന്ന് കൃത്യമായി ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ സംഘടനാ പ്രവർത്തനത്തിലൂടെ അടൂർ പ്രകാശിന് കഴിഞ്ഞിരുന്നു. ആ അടൂർ പ്രകാശിനെ മലർത്തിയടിക്കുന്നതിന് വേണ്ടിയിട്ട് CPM കണ്ടെത്തിയത് ജില്ലാ സെക്രട്ടറി കൂടിയായ വി ജോയിയാണ്. വി ജോയി ശക്തമായ പ്രചാരണത്തിന് തുടക്കമിട്ടതിന് പിന്നാലെയാണ് അവിടെ കൃത്യമായി കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരനും പ്രചാരണ രംഗത്തേക്ക് എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കും. ആ ത്രികോണ മത്സരത്തിൽ ആറ്റിങ്ങലിലെ പ്രബുദ്ധരായ വോട്ടർമാർ ആർക്കൊപ്പം നിൽക്കും എന്ന ചോദ്യമാണ്. അവിടെ അടൂർ പ്രകാശിനെ സംബന്ധിച്ച് അദ്ദേഹം കഴിഞ്ഞ 5 വർഷം നടത്തിയ പ്രവർത്തനങ്ങളിൽ ആളുകൾക്ക് വലിയ തരത്തിലുള്ളൊരു ആക്ഷേപമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മളൊരു സമ്മിശ്ര പ്രതികരണങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകും രാഷ്ട്രീയ നിലപാടുകളുടെ ഭാഗമായിട്ട്. അതിനപ്പുറത്തേക്ക് ഒരു MP എന്നുള്ള നിലയിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിന് വേണ്ടി ഇടപെടലുകൾ നടത്താൻ അടൂർ പ്രകാശിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് അപ്പുറത്തേക്ക് പൊതുവായി ആ നാട്ടിൽ ഉള്ള ആ മണ്ഡലത്തിലുള്ള ഒരു പൊതുവികാരം. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇനി പ്രധാനമായി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ നിർണായകമാകാൻ പോകുന്നത് അവിടുത്തെ സാമുദായിക സ്വാധീനം, ആ വോട്ടുകൾ ആർക്കൊപ്പം നിൽക്കും, ഈഴവ വോട്ടുകൾ മറിയുന്നത് അത് വി മുരളീധരനായിരിക്കുമോ ഗുണം ചെയ്യുക, അതോ അടൂർ പ്രകാശിനായിരിക്കുമോ? പ്രത്യേകിച്ച് ഈ 3 സ്ഥാനാർത്ഥികളും ഒരേ സമുദായത്തിൽ നിന്നുള്ളവരാണ്. ഡാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു പ്രാധാന്യം, അടൂർ പ്രകാശ് കോൺഗ്രസിലെ ഏറ്റവും സീനിയറായിട്ടുള്ള നേതാവാണ്. അദ്ദേഹം മന്ത്രിയായിരുന്ന ആളാണ്. ബാലികേറ മലയായിരുന്ന UDFന് ബാലികേറ മലയായിരുന്ന ആറ്റിങ്ങലാണ് അദ്ദേഹം നേടിയത്. അതേ സ്ഥലത്ത് വി ജോയ് വരുമ്പോൾ അത്രയും ജനകീയനാണ്. ജില്ലാ സെക്രട്ടറിയാണ്, പ്രവർത്തന പരിചയമുള്ള നേതാവാണ്, നിലവിൽ MLA ആണ്. ആ തരത്തിലുള്ള എല്ലാ മേൽക്കൈയും ജോയിക്കുണ്ട്. അതേ സ്ഥലത്ത് വി മുരളീധരനെ നമ്മൾ നോക്കുമ്പോൾ കേന്ദ്ര സഹമന്ത്രിയാണ്. വർഷങ്ങളായി
ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. തീവാറുന്ന പോരാട്ടമെന്നതിൽ ഒരു തർക്കവും വേണ്ട, അത്രയും ശക്തമായ ഒരു പോരാട്ടം. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ വി മുരളീധരനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ഈ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തിയപ്പോൾ കണ്ടിരുന്ന ഫ്ലെക്സ് ബോർഡുകളുണ്ടല്ലോ, എന്താണ് മോദി, കേരളത്തിന് മോദിയുടെ ഗ്യാരണ്ടി. അപ്പോൾ ആറ്റിങ്ങലിന് മോദിയുടെ ഗ്യാരണ്ടിയായി മാറും വി മുരളീധരൻ ജയിച്ചാൽ ആറ്റിങ്ങലിന് കേന്ദ്രമന്ത്രി. ഈ പ്രചാരണമായിരിക്കും നടത്തുക. അവിടെ വോട്ടർമാരുടെ തുടങ്ങിക്കഴിഞ്ഞു, ആ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. അത് ഏത് തരത്തിലായിരിക്കും വോട്ടർമാരെ സ്വാധീനിക്കുക എന്നൊരു കാര്യമുണ്ട്. കാരണം അതൊരു വാഗ്ദാനമല്ല, അത് നിലവിൽ നിൽക്കുന്ന ഒരു കാര്യം. അതിൻ്റെ ഒരു തുടർച്ചയ്ക്ക് വേണ്ടിയാണ് ആ ഒരു പ്രചാരണവുമായി അവർ രംഗത്തേക്ക് എത്തുന്നത്. സ്വാഭാവികമായി നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന പോലെ ഈ സാമുദായികമായ സ്വാധീനം അല്ലെങ്കിൽ പിന്തുണ ആർക്കായിരിക്കും ഉറപ്പിക്കാൻ കഴിയുക? എല്ലാവരും നമുക്കറിയാം ശിവഗിരിയിലെത്തും. ശിവഗിരിയിൽ അവിടെ കൃത്യമായി പുഷ്പാർച്ചനകൾ അല്ലെങ്കിൽ അവിടെ നിന്ന് പിന്തുണത്തോടെ നേടിക്കൊണ്ടായിരിക്കും ഈ ശിവഗിരി മഠത്തിൻ്റെയും അവിടുത്തെ സന്യാസിമാരുടെയും ഒക്കെയും പിന്തുണ തേടാനുള്ള ശ്രമമായിരിക്കും ആദ്യം തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും നടത്തുക. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് LDF വളരെ വേഗം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും അവരുടെ പ്രചരണ പരിപാടികൾ, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ, ഇത് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. BJPയും കഴിഞ്ഞ ദിവസം 12 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. BDJസിൻ്റെ 4 മണ്ഡലങ്ങളുണ്ട്. ഈ തരത്തിലുള്ള പ്രചരണം അവരും അവരുടേതായ നിലയ്ക്ക് പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു. കോൺഗ്രസിൻ്റെ കാര്യത്തിലാണ് ശ്രീ ചവറ ജയകുമാർ, പല രീതിയിലുള്ള ആക്ഷേപം വരുന്നു. കൃത്യമായി പിരിക്കേണ്ടവർ എന്ത് ചെയ്തു, അവർ പിരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്, ആ രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ നവകേരള സദസ്സുമായി ഉയർന്നു വന്നതാണ്. ഇതിനെല്ലാം കൂടെ കൂട്ടിക്കലർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു പ്രതിസന്ധി വരുമ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം. അതിനോടെങ്ങനെ കൂട്ടുനിൽക്കാൻ കഴിയുമെന്നുള്ളതാണ് ചോദ്യം. അല്ലാതെ GST അന്ന് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ വന്നാണ് GST പിരിക്കുന്ന ആളുകളെ മറ്റു കാര്യത്തിൽ ഉപയോഗിക്കുന്നു എന്നൊക്കെ. അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ സംവിധാനമാണ്. ഇൻ്റലിജൻസിലും അത് ടാക്സ് പിരിക്കേണ്ട ആളുകൾ നവകേരള സദസ്സിന് പണം പിരിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിഷയം ശമ്പളം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നാളെ ധനമന്ത്രി കുറച്ച് പേർക്ക് സദ്യ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ 32 ഐറ്റം ഡിഷസും ഒക്കെ ആയിട്ട് വലിയ തോതിൽ ചെയ്ത് ഇങ്ങനെ ഓരോന്ന് ദിവസവും വന്നിട്ട് ഇതൊക്കെ ഞങ്ങളെ മാനസികമായി വളരെ തകർക്കുന്നതാണ്. കാരണം ഇവിടുത്തെ IAS ഉദ്യോഗസ്ഥർക്കും IPS ഉദ്യോഗസ്ഥർക്കും കേന്ദ്ര ഗവൺമെൻറ് അപ്പം തന്നെ DA കൊടുക്കുന്നു. അതെല്ലാം കൊടുത്തുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ശമ്പളവും മറ്റു കാര്യങ്ങളും എല്ലാം കിട്ടുന്നു. കേന്ദ്രം ഇപ്പോൾ 7ാം ശമ്പള കമ്മീഷനെ വെച്ചിരിക്കുന്നു. എവിടെ നോക്കിയാലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ശമ്പളം ഈ 8 വർഷമായി പകുതിയിലായിട്ട് താഴ്ന്ന് മറ്റുള്ളവരുടെ പിറകിൽ പോയൊരു സംസ്ഥാനമാണ് കേരളം. ഞങ്ങൾക്കിപ്പോൾ അത് കിട്ടിക്കൊണ്ടിരുന്നില്ല. KSRT ശമ്പളമല്ലേ, യാഥാർത്ഥ്യമല്ലേ? എന്ത് സ്റ്റെപ്പ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് ഈ അധികാരത്തിൽ തുടർന്ന് ഞങ്ങളുടെ സംബന്ധിച്ചിടത്തോളം ചോദിക്കട്ടെ, പ്രതിപക്ഷത്തിന്റെ സംഘടന കൂടിയാണ് നിങ്ങൾ സമരം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരെയല്ലേ? ഞങ്ങൾക്ക് ഇതിനകത്ത് ഭരണപക്ഷമോ പ്രതിപക്ഷമോ അങ്ങനെയൊന്നുമില്ല. സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ സർക്കാരിന്റെ എംപ്ലോയീസ് ടൂളാണ്. ഞങ്ങളെ ഉപയോഗിച്ച് ജോലി ചെയ്യിക്കേണ്ടത് ആ കാര്യങ്ങളൊക്കെ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തേണ്ടത് ഇവിടുത്തെ നിയമസഭയെ ഇലക്ടഡ് പ്രതിനിധികളും അത്തരത്തിൽ പോരായ്മ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയും ആ സംവിധാനം കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. അവിടുത്തെ ലോൺ കൊടുക്കുന്നതിന്റെ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ കേരളത്തിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതിന്റെ കാര്യങ്ങൾ അവിടെ ബോധ്യപ്പെടുത്തി വാങ്ങണം. രാജ്യം കേരളം വളരെ അഡ്വാൻസ്ഡ് ആണെങ്കിൽ അതിന്റെ അടുത്ത് ഇവിടെ പഴയ സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഞങ്ങളെ ശമ്പളം പിടിച്ചെടുക്കുകയാണ്. സാങ്കേതിക പിഴവല്ല, നാളേക്കുള്ളിൽ പരിഹരിക്കുന്ന സാങ്കേതിക പിഴവല്ല, ഒരിക്കലുമല്ല. ഈ ശമ്പളം തുടർന്നും ഞങ്ങളുടെ ശമ്പളത്തിൽ കഴുകൻ കണ്ണുകളോടെ പിടിച്ചെടുക്കാൻ തന്നെയാണ് ഉദ്ദേശം. ആ ശമ്പളം പിടിച്ചെടുക്കണം. 7 മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. ആ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ ദീർഘകാലമായി ബഡ്ജറ്റിനെ ആ രീതിയിൽ ഫോളോ ചെയ്യുകയും ബഡ്ജറ്റിലെ പ്രൊവിഷൻസ് അനുസരിച്ച് ചെലവുകൾ വരുത്തുകയും അത് നന്നായി നിയന്ത്രിക്കുകയും ചെയ്യണം. അപ്പോഴപ്പോൾ പരിഗണനയ്ക്ക് വരുന്ന കാര്യങ്ങൾ അതാണ് ഇവിടെ പലരും എന്ന് പറയുന്നത്. അത് പ്രയോജനമുള്ള കാര്യങ്ങൾക്കല്ല. അടക്കം നടത്താൻ ഒരുങ്ങുന്നു സംസ്ഥാന സർക്കാർ എന്നൊരു വിഷയമുണ്ട്. ചുരുങ്ങിയ വാക്കിൽ പറയണം, നമുക്ക് മറ്റുള്ളവർക്ക് കൂടി പോകാനുള്ളത് കൊണ്ട്. ശമ്പള നിയന്ത്രണം അടക്കം വരും ദിവസങ്ങളിൽ നടത്താൻ വലിയ കണക്ക് മേരി ജോർജ് പറയുകയുണ്ടായി. കേരളം ഉണ്ടായ കാലം മുതൽ ഉള്ള നികുതി കുടിശ്ശികയാണത്. അത് എന്താണെന്ന് അറിയാം. അല്ല, ഒന്നും അറിയാതെ ചർച്ചയ്ക്ക് വന്നിരിക്കരുത് വിഡ്ഢികളെ പോലെ. നിങ്ങൾ എഴുന്നേറ്റ് പോയി ഞങ്ങൾക്ക് എന്താണെന്ന്
നിങ്ങൾ അസംബന്ധം പറയുന്നത് കൊണ്ട് എഴുന്നേറ്റ് പോകുമെന്ന് പറയുന്നത്. ഞാൻ ഗവൺമെന്റ് ഡോക്യുമെന്റ് കയ്യിൽ വെച്ചാണ് സംസാരിച്ചത്. അപർണ ഈ കാര്യത്തിൽ ഇടപെടണം. ഗവൺമെന്റ് ഡോക്യുമെന്റ് പരാമർശങ്ങളിലേക്ക് കടക്കണ്ട ശ്രീമതി മേരി ജോർജ്. ആ രീതിയിലുള്ള പരാമർശങ്ങളിലേക്ക് പോകാത്തതായിരിക്കില്ലേ? അപർണ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് എനിക്ക് തരാമോ? അപർണ ഒരു സെക്കൻഡ് എനിക്ക് തരാമോ? അപർണ ഒരു സെക്കൻഡ് പ്ലീസ്. കേരളം ഉണ്ടായ കാലം മുതലുള്ള ഈ നികുതി കുടിശ്ശികയുടെ വിഷയമാണ് ഇവര് പറയുന്നത്. കണക്ക് അത് കാലാകാലങ്ങളിൽ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി പോകുന്നു. അത് മാത്രമല്ല, കോടതി വ്യവഹാരങ്ങളിൽ കിടക്കുന്ന തുകയാണ് ഇതിൽ കൂടുതലും. ഇതൊന്നും ഒറ്റയടിക്ക് പിടിച്ചെടുക്കുവാൻ മേരി ജ്യോതി ധനകാര്യ വകുപ്പ് മന്ത്രിയായ പോലും സാധ്യമാകില്ല. മേരി ജ്യോതിന് കിട്ടുന്ന സമയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെ ഉപയോഗിക്കരുത്. ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കേരളത്തിന്റെ വികസനവും കടവും തമ്മിൽ കമ്പയർ ചെയ്യണം. കടം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്, കടം എടുത്തിട്ടുണ്ടെന്നേ. അതിനനുസരിച്ച് ഞങ്ങൾ കേരള സംസ്ഥാനത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു മിനിറ്റ് ഞാന് മേരി ജോർജ് മാഡം പറഞ്ഞതിനോട് ഒന്ന് പ്രതികരിച്ചോട്ടെ. മേരി ജോർജ് മാഡം ഉപഭോക്തൃ സംസ്ഥാനമല്ല. നമ്മുടെ ഡോക്യുമെന്റുകൾ നോക്കുമ്പോൾ പൂർണ്ണമായി ഈ കൺസ്യൂമർ മന്ത്ലി പെർ ക്യാപിറ്റ കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ സർവേ NSSO നടത്തുന്ന ഓരോ 5 വർഷത്തിലൊരിക്കലും നടത്തുന്നതാണ്. അത് 2011-12 നടത്തിയതിനു ശേഷം 17-18 നടത്തി. പിന്നെ 22-23 നടത്തുന്നത്. 17-18 നടത്തിയത് കേന്ദ്ര സർക്കാരിന് പ്രതികൂലമായ ഒരു സർവേ റിപ്പോർട്ട് ആയതുകൊണ്ട് പുറത്തുവിട്ടില്ല. അതുകൊണ്ടാണ് 22-23 നടത്തുന്നത്. അല്ലാതെ അത് ഉപഭോക്തൃ സംസ്ഥാനം ഒരുപക്ഷെ മേരി ജോർജ് അത് കണ്ടിട്ടുണ്ടാവില്ല ആ റിപ്പോർട്ട്. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. ഉപഭോക്തൃ സംസ്ഥാനം എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ പോവർട്ടി ലൈൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഞാൻ അവിടെ നിർത്തോട്ടെ. ഇനി മറ്റൊരു കാര്യം, ദയവേത് നമ്മുടെ ഈ അക്കാഡമിഷ്യൻസിലൂടെ ഇരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ വിഡ്ഢികളൊന്നും വിളിക്കരുത്. അവർ നമ്മളെക്കാൾ ഒരുപാട് ഉയർന്ന സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക ബോധമൊക്കെ ഉള്ളവരാണ്. അത് ഇപ്പൊ നാളെ എന്നെയും വിളിക്കുക, അത് പാടില്ല എന്ന് പറയാണ്. സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും അക്കാഡമിഷ്യൻസും ഒക്കെ AC റൂമിലിരുന്ന് 24 മണിക്കൂറും പുസ്തകം വായിക്കുന്നവരാണ്. രാഷ്ട്രീയ പ്രവർത്തകര് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരാണ്. അവർ പറയുന്ന ഒരു ആ ചർച്ചയിലല്ല ഞാൻ വരുന്നത്. ചർച്ചയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു നിലപാടാണ്. പക്ഷെ ഞാൻ പറയുന്നത് കേരളം ഈ ഒരു കാരണവശാലും ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറപ്പെടുവിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഏറ്റവും അടുത്ത ഫ്ലിഞ്ച് എന്ന് പറയുന്ന ഇന്റർനാഷണൽ ക്രെഡിറ്റ് റേറ്റിംഗിന്റെ ഏജൻസി മൂദിയും സ്റ്റാൻഡേർഡും പോലെ ഫ്ലിഞ്ച് പറയുന്നത് കേരളമാണ് ഇന്ത്യയിൽ സസ്റ്റൈനബിൾ ആയിട്ട് ഡെവലപ്മെന്റ് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനം എന്നാണ്. മേരി ജോർജ് മാഡം അവസാനിപ്പിക്കാം, ഇല്ലെങ്കിൽ ഇത് നീണ്ടുപോകും. ഇതിലുണ്ടാകുന്ന ചില പരാമർശങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നുള്ളത് സമ്മതിക്കുന്നു. അത്തരം രീതിയിലേക്ക് നമുക്ക് പോകണ്ട. ശ്രീമതി മേരി ജോർജ്, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം താങ്കളിലേക്ക് തന്നെ വന്നുകൊണ്ട്. അപർണ, ഞാൻ അങ്ങനെ പ്രതികരിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ ഈ 2024-25 ബജറ്റ് ഡോക്യുമെന്റ് കയ്യിൽ വെച്ചാണ് എന്റെ കണക്ക് പറഞ്ഞത്. അതില് മിസ്റ്റർ ആയൂർ ബിജു പറഞ്ഞല്ലോ, അത് പിരിച്ചെടുക്കാൻ പറ്റാതെ, അതായത് പ്രതിസന്ധിയിൽ ട്രൈബ്യൂണലിലും കോടതിയിലും കിടക്കുന്ന എമൗണ്ട് ആ ബജറ്റ് ഡോക്യുമെന്റിൽ തന്നെ വേറെ പ്രത്യേകം പറയുന്നുണ്ട്. ഒരു പ്രതിസന്ധിയും ഇല്ലാത്ത എമൗണ്ട് ആണ് ഞാൻ ഇവിടെ ഞങ്ങളുടെ ഈ ഒരു EMI ഒരു ദിവസത്തെ ശമ്പളം അങ്ങോട്ട് പോയാലുണ്ടാവുന്ന ബുദ്ധിമുട്ട് പൊതുസമൂഹത്തിന് മനസ്സിലാക്കണം. എല്ലാ ലോൺ എടുത്ത് ജീവിക്കുന്ന ആളുകളാണ്. വീടിന് ലോൺ, വാഹനത്തിന് ലോൺ. അവരുടെ ഒരു ഇൻസ്റ്റാൾമെന്റ് മുടങ്ങിയാൽ സിബിൽ സ്കോർ മാറും. അവർക്ക് 500 രൂപ ചെക്ക് ബൗൺസ് ആവുന്നതിന് 800 രൂപ, 2000 രൂപ അടയ്ക്കാനുള്ളിടത്ത് 1300 രൂപ പെനാൽറ്റി അടയ്ക്കണം. അതുപോലെ ഓരോ ദിവസവും അങ്ങനെ ചിട്ടപ്പെടുത്തി കടം മേടിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അങ്ങനെ ഒരു സംവിധാനമാക്കി അതിനെ മാറ്റി അതിന് ആവശ്യാധിഷ്ഠിത മിനിമം വേതനം നൽകിയില്ല. അതിരൂക്ഷമായ വിലക്കയറ്റമാണ് സംസ്ഥാനത്തുള്ളത്. സർക്കാരാണ് ഇതിന് ഉത്തരവാദി. ശമ്പളം കൊടുക്കണം, കടം പറയരുത്. 21% 7 ഗഡു ക്ഷാമബത്ത തരാനുണ്ട്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇത്രയും പെൻഡിംഗ് ഇല്ല. സർക്കാരാണ് ഇതിന് ഉത്തരവാദി. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, സർക്കാർ ജീവനക്കാരുടെ പ്രതിമാസ ശമ്പളം, പെൻഷൻ ഇതൊക്കെ കുടിശ്ശികയാകുന്ന സാഹചര്യം ഉടലെടുത്താൽ ചെറിയ
പ്രത്യാഘാതമല്ല സംസ്ഥാനത്തുണ്ടാകുക. നമ്മൾ ഈ സർക്കാർ ജീവനക്കാർക്കായി ചെലവിടുന്ന പണത്തെക്കുറിച്ച് വളരെയധികം വിമർശനമുണ്ടെങ്കിലും അത് മറുഭാഗത്ത് സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് നൽകുന്ന ഗണ്യമായിട്ടുള്ള ഒരു സംഭാവനയെക്കുറിച്ച് കൂടി ചർച്ച ചെയ്തേ മതിയാവുകയുള്ളൂ. സംസ്ഥാന സർക്കാരിന് ഈ ശമ്പളം മുടങ്ങിയതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ചു. 91% പ്രേക്ഷകരും വിശ്വസിക്കുന്നത് ഇത് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണ് എന്ന് തന്നെയാണ്. അല്ല എന്ന് അഭിപ്രായപ്പെട്ടവർ 7% മാത്രമേ ഉള്ളൂ. ഏതായാലും നാളെ സബ് ട്രഷറി ഗേറ്റ് ഓഫീസിന് മുന്നിൽ സർക്കാർ ജീവനക്കാർ നിരാഹാര സമരത്തിലേക്ക് കടക്കുക കൂടിയാണ്. വലിയ രീതിയിലുള്ള ഒരു സമരത്തിലേക്ക് കടക്കാതെ പെൻഷൻകാരെയും അതിലേക്ക് വലിച്ചിഴക്കാതെ ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കുമെന്നുള്ളത് തന്നെയാവും സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. പൂർണ്ണമാകുകയാണ് അന്തിച്ചർച്ച. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. സമയപരിമിതി കൊണ്ട് വീണ്ടും വരാൻ കഴിയാത്തതിൽ ഖേദിക്കുന്നു ചവറ ജയകുമാർ, ശ്രീമതി മേരി ജോർജ്, ആയുർ ബിജു, പ്രിന്റു മഹദേവ്, ഒപ്പം ശ്രീ മോഹൻകുമാർ ഈ ചർച്ചയ്ക്കൊപ്പം ചേർന്നതിന് നമസ്കാരം.